യേശുവേ എന്ന് ഒറ്റ വിളിയിൽ ആ സാത്താന്റെ ശക്തി നിർവീര്യമായി. കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. വടക്കേ ഇന്ത്യയില് പ്രചാരത്തിലിരിക്കുന്ന സഞ്ചാരിയുടെ കഥ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ സഞ്ചാരിയുടെ കഥയുടെ പുസ്തകത്തില് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ആ സംഭവം ഇതാണ്: ഒരു യുവാവ് ഒരു വലിയ മല ഇങ്ങനെ കയറി പോവുകയാണ്. മല കയറി പോകുമ്പോ അവന്റെ കൂടെ ആരുമില്ല. മല കയറി പോകുമ്പോ പെട്ടെന്ന് ഒരു മൂർഖമ്പാമ്പ് ഇവനെ കൊത്താനായിട്ട് ചാടിയുന്നു. പത്തി വിടർത്തി മൂർഖമ്പാമ്പ് ഇവനെ കൊത്താനായിട്ട് നിൽക്കുകയാണ്. ഒരൊറ്റ ചുള്ളിക്കമ്പ് പോലും അന്നേരം അവന്റെ കയ്യിലില്ല. പെട്ടെന്ന് അവന്റെ മനസ്സ് അമ്മയുടെ കാര്യം ഓർത്തു. ഹിന്ദുവായ യുവാവാണെങ്കിലും ഹിന്ദുവായ അമ്മ അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആരും സഹായിക്കാനില്ലാത്തപ്പോ യേശുവേ എന്ന് വിളിച്ചോണം. അവൻ വലിയ വായിൽ യേശുവേ എന്ന് വിളിച്ചു. മൂർഖമ്പാമ്പ് സ്ഥലം വിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അപ്പൊ നമ്മുടെ ജീവിതത്തില് പ്രയാസങ്ങളും പ്രതിസന്ധികളും അപ്രതീക്ഷിതമായ തകർച്ചയും വരുമ്പോൾ നമ്മൾ യേശുവിന്റെ നാമം വിളിച്ച് സ്തോത്രം ചെയ്യാൻ പഠിക്കണം. കുറെ നേരം സ്തോത്രത്തിൽ വസിക്കണം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈയിടെ കാലിഫോർണിയയിൽ നിന്ന് ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞു, ആശുപത്രിയിൽ നിന്ന് അവര് എന്നെ വിളിച്ച് നിനക്ക് ഏതാണ്ട് മെച്ചപ്പെട്ട ജോലിയാണ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഏതാണ്ട് രാജി എഴുതിപ്പിക്കുകയോ ഏതാണ്ട് ചെയ്തിട്ട് അവളെ പിരിച്ചു വിട്ട് കഴിഞ്ഞിട്ട് അവൾക്കൊരു നോട്ടീസ് കൂടെ, വക്കീൽ നോട്ടീസ് കൊടുത്തു. ഇവളെ ആശുപത്രിയിൽ എടുത്ത് വഴിക്ക് കുറച്ച് നഷ്ടം ആശുപത്രിക്ക് വന്നിട്ടുണ്ട്, $30,000 കോമ്പൻസേഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇത് പൈശാചിക പ്രവൃത്തിയാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു 3-4 ബൈബിൾ വചനം പറഞ്ഞു കൊടുത്തു. ഈ വചനം ആവർത്തിച്ച് പറഞ്ഞാൽ മതി, അപ്പൊ കർത്താവ് ഇടപെട്ടോളൂ. യെശയ്യാ 45:2, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ചെയ്യും. ഈ വചനം അങ്ങേറ്റ് പറഞ്ഞോളാം പറഞ്ഞു. അതുപോലെ ഞാൻ ജെറമ്യാ 32:26-27 32:26-27 ഞാൻ സകല ജീവജാലങ്ങളുടെയും ദൈവമല്ലേ, എനിക്ക് അസാധ്യമായി വല്ലതുമുണ്ടോ? ഇങ്ങനെയുള്ള വചനങ്ങൾ നമ്മുടെ മുറിയിൽ ഇരുന്നേറ്റ് പറയുമ്പോ ആശുപത്രിയിലുള്ള ആ മേലധികാരികളുടെ തലയിൽ പ്രവർത്തിക്കുന്ന ചെകുത്താനത് കേൾക്കും. ഈ മുറിയിൽ ഇരുന്ന് പറഞ്ഞാൽ മതി, വചനം അങ്ങോട്ട് പൊക്കോളും. പ്രൈസ് ദി ലോർഡ്. ഏതാനും ദിവസം കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, അവരവരുടെ ഓർഡറൊക്കെ പിൻവലിച്ചു, കേസും പിൻവലിച്ചു, രണ്ടാമത് ജോലി കൊടുത്തു. 4-5 വചനം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞോളാം. സാത്താന്റെ മേൽ എഴുതപ്പെട്ട വചനത്തിന് സാത്താന്റെ മേൽ അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. 5 അപ്പം കൊണ്ട് എത്ര പേരെ തീറ്റി? 5000 പുരുഷന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും നോക്കിയാൽ കുറഞ്ഞതിൽ 20,000 പേരെങ്കിലും കാണും. 5000 പുരുഷന്മാര്, അവരുടെ സംഖ്യ പറഞ്ഞിട്ടുള്ളൂ. ഇവരോട് എങ്ങനെയാ യേശു പ്രസംഗിച്ചതെന്ന് പറയാമോ? 3 ദിവസം ഇവര് വചനം കേട്ടോണ്ടിരിക്കുക. ഇന്നത്തെ പോലെ മൈക്കുണ്ടോന്ന്? ഉണ്ടോ? ഇല്ല. യേശുവിന്റെ വചനം എത്തിക്കോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മള് ഇന്ന് ഇന്ത്യയിലേക്ക് മൊബൈൽ വിളിക്കുന്നു. എന്താ പരിപാടി? വല്ലതും നമ്മൾ അറിയുന്നുണ്ടോ? നമ്പർ ഒന്ന് ഞെക്കി, അവിടെ സ്വരം കേട്ടു. നമ്മുടെ വീട്ടിലെ അടുക്കളയില് കേരളത്തില് സ്വരം കേട്ടു, സംസാരിച്ചു. ഇവിടുന്ന് സംസാരിക്കുന്ന പോലെ. അത് ആരുടെ കണ്ടുപിടുത്തമാ? മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ കണ്ടുപിടിച്ചെന്ന് പറയുന്നത് ഒരു ഭംഗിവാക്കുന്നേ ഉള്ളൂ. ദൈവം മനുഷ്യനെ കൊണ്ട് കണ്ടുപിടിപ്പിച്ചതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി അനന്തമാ. ദൈവവചനത്തിന്റെ ശക്തി അനന്തമാ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി അനന്തമാ. അവിടുന്ന് രാജാതി രാജനാ, കിങ് ഓഫ് കിങ്സാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് വന്നു എല്ലാവരും. വലതുകരം ഉയർത്തിക്ക്, ഇടതുകരം ചങ്കിൽ വെച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്ക് കൈ തന്നിരുക. നമുക്ക് വേണ്ടി നന്ദിയും സ്തുതിയും പറയാം. പിന്നെ
1000 10,000 പേർക്ക് വേണ്ടി സ്തുതിക്കാം, ലോകം മുഴുവനും വേണ്ടി സ്തുതിക്കാം. സങ്കീർത്തനം 48:10 പറയുകയാണ്, അവന്റെ നാമം എന്ന പോലെ അവന്റെ സ്തുതികളും ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തും. വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ലോകത്തിന്റെ അതിർത്തി വരെ എത്തും. എത്തുവോ പറഞ്ഞേ. സങ്കീർത്തനം 48:10 പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ, കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞേ. മരിച്ച വിശ്വാസികളുടെ കൂട്ടല്ല, ഉയർത്തെഴുന്നേറ്റ വിശ്വാസികളുടെ കൂട്ട്. ഒരു കരം ചങ്കിൽ വെച്ച് ഒരു കരം ഉയർത്തിപ്പിടിച്ച്. സങ്കീർത്തനം 48:10 അവന്റെ നാമം എന്നതുപോലെ അവന്റെ സ്തുതികളും ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിച്ചേരുന്നു. അവന്റെ നാമം എന്നതുപോലെ അവന്റെ സ്തുതികളും ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിച്ചേരുന്നു. കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി.